ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷം രാവിലെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ ഇന്നലെ പ്രമോ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കാര്യങ്ങൾ ഫുള്ള് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഏതായാലും ഇന്നത്തെ വിശേഷത്തിന്റെ അവസാന ഭാഗം മുതൽ അങ്ങോട്ട് തുടങ്ങാണ് കേട്ടോ. അപ്പോൾ ഏതായാലും വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നതേ നമ്മുടെ രേവതി ഡാൻസ് പഠിക്കാൻ വേണ്ടി ചെല്ലുകയാണ് ചന്ദ്രയുടെ അടുത്ത് ആരും വന്നില്ല കേട്ടോ ഡാൻസ് പഠിക്കാനായിട്ട്. പാവം ഭയങ്കര വിഷമമായി പോയിട്ടോ നമ്മുടെ ചന്ദ്രയ്ക്ക്. ഒരു ദിവസം ഫുള്ള് നോക്കിയിരുന്നു രാവിലെ മുതൽ വൈകിട്ട് വരെ, എന്നിട്ട് ആരും വന്നില്ല. അതിന്റെ ഭയങ്കരമായിട്ടും വിഷമവും സങ്കടവും ഒക്കെ കണ്ടപ്പോൾ നമ്മുടെ രേവതി സച്ചിയും കൂടെ ഒരു തീരുമാനം എടുത്തു. എങ്കിൽ പിന്നെ ഞാൻ തന്നെ അങ്ങ് ഡാൻസ് പഠിക്കാൻ പോയേക്കാം, ആരെങ്കിലും ഒരാൾ ഒന്ന് കിട്ടിയാൽ മതിയല്ലോ. അപ്പൊ എന്നാ പിന്നെ അമ്മയുടെ വിഷമം മാറ്റാൻ വേണ്ടി രേവതി തന്നെ പോയേക്കാം. അന്ന് രേവതി തന്നെ തീരുമാനം എടുത്തു. സച്ചി ഓക്കെ പറഞ്ഞു. അങ്ങനെ ഇവര് നേരെ ഡാൻസ് പഠിക്കാനായിട്ട് ചെല്ലുകയാണ് ഭാമയുടെ അടുത്തേക്ക്. ആദ്യമൊക്കെ നമ്മുടെ ചന്ദ്രയ്ക്ക് ഡാൻസ് പഠിക്കാൻ രേവതി വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര പുച്ഛം. നീ എന്നെ കളിയാക്കാനല്ലേടി, എനിക്കറിയാടി നീ കളിയാക്കാനാടി വന്നതെന്ന് പറഞ്ഞപ്പോൾ അയ്യോ അമ്മ അങ്ങനെയൊന്നും അല്ല, എനിക്ക് ഡാൻസ് പഠിക്കാൻ പണ്ട് മുതലേ ആഗ്രഹമാണ്, എനിക്കിഷ്ടമാണ് ഡാൻസ് പഠിക്കാൻ, കുറച്ചൊക്കെ ഡാൻസൊക്കെ എനിക്കറിയാം. ഈ ഭരതനാട്യവും ഈ കൂച്ചിപ്പിടിയൊന്നും അറിയത്തില്ലെങ്കിലും എനിക്ക് കുറച്ച് ഡാൻസൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പഠിക്കുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടെന്ന്. പിന്നെ നിന്നെ പഠിപ്പിക്കുന്നതിന് പകരമേ എനിക്ക് വല്ല പ്രതിഭേനെയും പഠിപ്പിച്ചാൽ മതി. നിനക്ക് കൈ ഇങ്ങനെ വെക്കാൻ അറിയോ, കൈ നിനക്ക് ഇങ്ങനെ ഒന്ന് പിടിക്കാൻ പോലും അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ദേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ ചന്ദ്രയ്ക്ക്. ഏതായാലും ഭാമ പറഞ്ഞു, എടി ചന്ദ്രേ, നീ ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പൊ നിന്റെ മകന്റെ ഭാര്യയോ നിന്റെ ബന്ധുക്കാരിയോ ഒന്നും ആയിട്ടല്ല രേവതി വന്നിരിക്കുന്നത്, ഒരു സ്റ്റുഡന്റ് ആയിട്ടാണ്. ഒരു ടീച്ചറിന് എന്താ വേണ്ടത്? ഒരു സ്റ്റുഡന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് പഠിപ്പിച്ചെടുക്കും. ഇപ്പൊ അറിയത്തില്ലാത്ത ഒരു കുട്ടിയാണെങ്കിലും അതിനെ നന്നായിട്ട് പഠിപ്പിച്ചെടുക്കുകയല്ലേ ചെയ്യേണ്ടത്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചു പറഞ്ഞു, ഓ എന്റെ ഭാര്യനെ അങ്ങനെ പുച്ഛിക്കൊന്നും വേണ്ട, ഇവള് നന്നായിട്ട് ഡാൻസ് കളിക്കും, ഇവളുടെ ഡാൻസ് നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ, നല്ല ഗംഭീരമായിട്ട് എൻ്റെ ഭാര്യ ഡാൻസ് കളിക്കും. ദേ ഈ നിൽക്കുന്ന എൻ്റെ അമ്മയെക്കാളും നന്നായിട്ട് ഡാൻസ് കളിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, പിന്നെ ഇവള് ഡാൻസ് കളിക്കും, എങ്കിൽ പിന്നെ അതൊന്ന് കാണണമല്ലോ, ഈ ചന്ദ്രനെ തോൽപ്പിക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ, എനിക്കൊന്ന് കണ്ടേ പറ്റൂ, നിന്റെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ നിന്നെ ഞാൻ ഡാൻസ് പഠിപ്പിക്കാം എന്നിങ്ങനെ പറയുകയാണ്. ഏതായാലും രേവതി പറഞ്ഞു, ഓക്കെ ഞാൻ ഡാൻസ് കളിക്കാം, എൻ്റെ കളി ഇഷ്ടപ്പെടുകയാണെങ്കിൽ അമ്മ എന്നെ ഡാൻസ് പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിയും ചന്ദ്രയും കൂടെ അങ്ങ് ഡാൻസ് തുടങ്ങുകയാണ് കേട്ടോ. അടിപൊളി ഡാൻസ്. നമ്മുടെ രേവതി കളിക്കുന്നതും നല്ല ഡാൻസ്, ചന്ദ്രയും നന്നായിട്ട് തകർത്താടുന്നുണ്ട്. ഏതായാലും കളിച്ച് 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 ഇപ്പൊ ഒരു 3-4 മിനിറ്റത്തേന് നമ്മുടെ ഡാൻസിന്റെ പാട്ടും കളികളും ഒക്കെ ആട്ടോ കാണിക്കുന്നത്, രേവതിയും നമ്മുടെ ചന്ദ്രയും കൂടെയുള്ള ഡാൻസ്. അപ്പൊ ആ ഒരു ഡാൻസ് ഇങ്ങനെ കളിച്ച് 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 രേവതി പാട്ട് വന്നപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ നിർത്തി, ഇങ്ങനെ വളഞ്ഞൊക്കെ നിന്നു. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ചന്ദ്ര ഒരു ഒറ്റ ചാട്ടം ചാടി ഇങ്ങനെ വളഞ്ഞിങ്ങനെ കൈ കൈ ഇങ്ങനെ അങ്ങ് പൊക്കി നിന്നു കേട്ടോ. ഇങ്ങനെ 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 പൊക്കി അങ്ങ് നിന്നതും കഴുത്തിന്റെ ഇവിടെ നിങ്ങോട്ടൊരു ഉളുക്ക്. നമ്മുടെ ചന്ദ്ര ഇങ്ങനെ നിൽക്കുകയാണ്, അയ്യോ 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 എൻ്റെ കയ്യേ എൻ്റെ കഴുത്തേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ രേവതിയുടെ പെർഫോമൻസ് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് അങ്ങ് സന്തോഷം. സച്ചി ആണെങ്കിൽ ഇത് കൊള്ളാലോ രേവതി, നീ ഇത്ര നന്നായിട്ട് കളിക്കുന്ന എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് രേവതിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു, രേവതിനെ ഇങ്ങനെ സന്തോഷിപ്പിക്കുന്നു. അപ്പോഴാണ് ഭാമ, അയ്യോ സച്ചി ഇതേ നിന്റെ അമ്മയ്ക്ക് എന്തോ പറ്റിയെന്ന് പറയുന്നതും സച്ചി രേവതിയും തിരിഞ്ഞു നോക്കുന്നതും ദാ നിൽക്കുന്നു, ഇങ്ങനെ കൈയും പിടിച്ചോണ്ട് നിപ്പുണ്ട് കേട്ടോ, ഇങ്ങനെ കഴുത്തുമുണ്ട്. ഇതല്ലാതെ നമ്മുടെ ചന്ദ്ര അവിടെ നിന്ന് അനങ്ങുന്നില്ല. അപ്പം ഭാമ ചോദിച്ചു, എന്താ ചന്ദ്ര നിനക്ക് പറ്റിയത്? എനിക്കറിയില്ല, എൻ്റെ കഴുത്ത് ഉളുക്കിയെന്നാ തോന്നുന്നു, അയ്യോ ഇവൾ ഒറ്റ ഒരുത്തി കാരണം ഇവളുടെ കൂടെ ഡാൻസ് കളിച്ചോണ്ട് എൻ്റെ കഴുത്ത് ഉളുക്കിയത്, എൻ്റെ ഭഗവാനെ എൻ്റെ ഭഗവതിയെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് കാറാനും തുടങ്ങിയപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, ഇതെന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ ഡാൻസ് കളിച്ചിട്ട് എൻ്റെ കഴുത്തും കാലും കൈയും ഒന്നും ഉളുക്കിയൊന്നും ഇല്ലല്ലോ, അമ്മ ഡാൻസ് കളിച്ചപ്പോൾ അത് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അമ്മ എന്തെങ്കിലും ചെയ്തതിൻ്റെ ഇതായിരിക്കും, പിന്നെ എപ്പോഴും ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ, പിന്നെ അമ്മയ്ക്ക് പ്രായമൊക്കെ ആയില്ലേ, അപ്പൊ അതിൻ്റെതായ ഉളുക്കും ക്ഷീണമൊക്കെ ശരീരത്തിന് വരുന്നു പറഞ്ഞപ്പോ, പ്രായം നിനക്കാടി പ്രായം, എനിക്ക് വലിയ പ്രായമൊന്നും ആയിട്ടൊന്നുമില്ല, നീ കൂടുതൽ പ്രായത്തിന്റെ കണക്കൊന്നും പറയണ്ട ഭാമേ, എനിക്ക് വയ്യടി എന്നെ കൊണ്ടുപോടി ആശുപത്രിയിൽ എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, എന്നാ നമുക്ക് ആശുപത്രി പോകാൻ. അപ്പം ഭാമ പറഞ്ഞു, ഇത് ആശുപത്രി പോകേണ്ട കാര്യമൊന്നുമില്ല, ഇതൊരു ചെറിയ ഉളുക്കാണ്, ആശുപത്രി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാ, ഇതിപ്പം നന്നായിട്ട് തിരിമറിയാവുന്നവരും അങ്ങനെ ഉളുക്കൊക്കെ മാറ്റുന്ന ഒരു ചേച്ചീനെ എനിക്കറിയാം. ഇപ്പൊ ഒരു കാര്യം ചെയ്യുക സച്ചി,
സച്ചി ഇപ്പം ചന്ദ്രയായിട്ട് വീട്ടിലേക്ക് പൊക്കോ, അങ്ങോട്ടേക്ക് ഞാൻ കഴുത്തൊക്കെ ഉളുക്കി ശരിയാക്കുന്ന വൈദ്യരെയും കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറഞ്ഞു. അപ്പൊ സച്ചി പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ രേവതി സച്ചിയും കൂടെ ഒരു കണക്കിന് പിടിച്ച് 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 വണ്ടിക്കകത്ത് കയറ്റി നമ്മുടെ ചന്ദ്രേനെ ഇരുത്താണ് കേട്ടോ. ചന്ദ്രയ്ക്കാണെങ്കിൽ കഴുത്ത് ഇങ്ങനെ ഇരിക്കുന്നു, കൈ ഇങ്ങനെ ഇരിക്കുന്നു, അനങ്ങാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ വണ്ടിക്കകത്ത് പിടിച്ച് കയറ്റി നേരെ ചന്ദ്രോദയത്തേക്ക് കൊണ്ടുപോവുകയാണ് ആ ലോഡിനെ ഇറക്കാനായിട്ട്. ചന്ദ്രയുടെ വെയിറ്റും ഹൈറ്റും ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു കണക്കിന് പിടിച്ച് വണ്ടി കയറ്റി കൊണ്ടുപോയി ഇറക്കാനായിട്ട് തുടങ്ങുക. ചന്ദ്രോദയത്തെ ചെന്ന് ഇറങ്ങണമല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ഇറങ്ങുന്നില്ല. എന്ത് ചെയ്ത ചന്ദ്രയോട് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങുന്നില്ല. രേവതി പറയുന്നു, സച്ചി പറയുന്നു ഇറങ്ങി ബാ അമ്മ, ഇറങ്ങി ബാ അമ്മ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ സച്ചി ചോദിച്ചു, അതെന്താ അമ്മ ഇറങ്ങി വരാത്തത്? ഈ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കാനാണോ അമ്മയുടെ തീരുമാനം? അമ്മയുടെ കഴുത്തിന് പറ്റത്തില്ലല്ലോ, ഇങ്ങോട്ട് ഇറങ്ങി വാ എന്റെ പൊന്ന് ചന്ദ്രമതി, ഡാൻസ് ഒക്കെ കളിച്ചത് മതി, ഇനിയിപ്പം കൂടുതൽ കളിക്കാനൊന്നും നിൽക്കേണ്ട, ഇറങ്ങി വരാൻ പറഞ്ഞപ്പോൾ നീ എൻ്റെ ഡാൻസിനെ കുറ്റമൊന്നും പറയണ്ട, നിന്റെ പെണ്ണുമ്പുള്ളിയാടെ ഇതിനെല്ലാത്തിനും കാരണം, നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇപ്പം അങ്ങോട്ടേക്ക് വരേണ്ടത്, നീ നിന്റെ പെണ്ണുമ്പുള്ളിയും കൂടെ കെട്ടിക്കൊണ്ട് വന്നപ്പോഴേ ഞാൻ വിചാരിച്ചത് ഇതൊക്കെ സംഭവിക്കുന്നു, എൻ്റെ ദൈവമേ എൻ്റെ ഡാൻസ് ക്ലാസ്സിൻ്റെ അവസ്ഥ ഇനി എന്താകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര. അപ്പൊ രേവതി പറഞ്ഞു, അമ്മ എന്ത് വർത്താനം ഈ പറയുന്നത്? അമ്മയ്ക്ക് അറിയാമോ, അമ്മ ഇന്നലെ ഇവിടെ ഉണ്ടിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, ഇതിലെ കൂടെ അതിലെ കൂടെ ഒക്കെ തിരിഞ്ഞ് നടക്കുമായിരുന്നു. അപ്പൊ സച്ചേട്ടന് വിഷമം തോന്നി അമ്മയുടെ കാര്യം ഓർത്ത്. ഒരു സ്റ്റുഡന്റ് പോലും വരാത്തത് കൊണ്ടാണല്ലോ അമ്മയ്ക്ക് ഇങ്ങനെ സങ്കടമൊക്കെ ഉണ്ടാവുന്നതെന്ന് എൻ്റെ സച്ചേട്ടന് തോന്നി. സച്ചേട്ടൻ അമ്മയോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ എന്നെ കൊണ്ടുപോയി അവിടെ ചേർക്കാൻ വേണ്ടി വന്നത്. ഒരു സ്റ്റുഡന്റ് പോലും ഇല്ലാത്ത അമ്മയുടെ അടുത്തേക്ക് എന്നെ അങ്ങനെ സച്ചേട്ടൻ വിടണമെന്നുണ്ടെങ്കിൽ അത് അമ്മേനെ വിചാരിച്ചിട്ട് അമ്മേനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാന്ന് പറയുമ്പോൾ മതിയുടെ നിന്റെ പ്രോത്സാഹനം, ഇതിൽ കൂടുതൽ എന്ത് പ്രോത്സാഹിപ്പിക്കാനാ? ഇനിയിപ്പോൾ എനിക്ക് ഇനി ഡാൻസ് കളിക്കാൻ പറ്റുമോ അതോ ഇനിയിപ്പം കിടപ്പിലാകുമോ എന്ന് ദൈവത്തിനറിയാം. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ആൾക്കാരൊക്കെ കാണും, ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കും എന്താണെന്ന്, പിന്നെ ഭയങ്കര നാണക്കേടായി പോവും. അതുകൊണ്ടേ എന്തെങ്കിലും വെച്ച് മറയ്ക്ക്, അല്ലാതെ ഞാൻ ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി ഒരു രണ്ട് ബെഡ്ഷീറ്റും എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് സച്ചി 2 ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, രേവതി നീ ആ ഒരു ബെഡ്ഷീറ്റ് അപ്പറേ പിടി, ഞാൻ ഇപ്പറേ പിടിക്കാം, നടുക്ക് അമ്മ പോട്ടെ, അമ്മ അകത്തേക്ക് കയറി പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ചന്ദ്രയോട് പറയുമ്പോൾ ചന്ദ്ര പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് ചന്ദ്രയെ സമ്മതിച്ചു. അങ്ങനെ ചന്ദ്രേനെ വണ്ടിക്കകത്തുനിന്ന് പിടിച്ചിറക്കി ആ ഒരു ബെഡ്ഷീറ്റിൽ ആരും കാണാതെ അപ്പുറവും ഇപ്പുറവും ഒക്കെ മറച്ച് അകത്ത് കയറ്റിക്കൊണ്ട് പോവുകയാണ്. അകത്ത് കയറ്റി കൊണ്ടുപോയി ഇങ്ങനെ നിർത്തിയപ്പോഴത്തേക്ക് എന്താ വരുന്നു നമ്മുടെ രവീന്ദ്രൻ ഇതെന്താ ചന്ദ്രേ, നീ ഡാൻസ് കളിച്ചോണ്ടേ തന്നെ ഇരിക്കുകയാണോ? നീ ഇതുവരെ ഡാൻസ് കളിച്ച് തീർന്നില്ലേ? എന്താ നീ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന അതേ പോസിൽ നിൽക്കുന്നത്? ഓ നീ ഇനിയിപ്പം ഡാൻസ് ടീച്ചർ ആയതുകൊണ്ട് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ ഡാൻസ് ആണോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രേവതി പറഞ്ഞു, അതൊന്നും അല്ല അച്ഛാ, അതെ അമ്മയുടെ കഴുത്തൊന്ന് ഉളുക്കി, കൈയും കഴുത്തും ഉളുക്കിയിരിക്കുകയാണ്, അമ്മയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പം ചന്ദ്ര പറഞ്ഞു, ഇവള് കാരണം, ഇവളെ ഒരുത്തി കാരണമാ നിങ്ങൾ എന്തിനാ ഇവളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്? ആര് കാരണം? അതെ ഇവള് കാരണം, രേവതി കാരണം. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, എൻ്റെ പൊന്നച്ഛാ, ദേ ഈ അമ്മ പറയുന്നതൊക്കെ അച്ഛൻ വിശ്വസിക്കുവോ? അച്ഛന് വല്ല വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ദേ രേവതിയാണ് ഈ ഡാൻസ് പഠിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയത്. രേവതിക്ക് ഡാൻസ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടൊന്നും അല്ല, അമ്മയ്ക്ക് ഒരു സ്റ്റുഡന്റ് ആകട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കൊണ്ടുപോയി രേവതിനെ ഡാൻസ് പഠിക്കാൻ ചേർത്തത്. രേവതിയുടെ കൂടെ അപ്പം ഡാൻസ് കളിക്കണം എന്ന് ഒരേ ഒരു നിർബന്ധം ഈ നിൽക്കുന്ന എൻ്റെ അമ്മയ്ക്ക്, ചന്ദ്രയ്ക്ക്. അപ്പൊ പിന്നെ എന്താ ചെയ്യുന്നത്? ഡാൻസ് കളിച്ചോളാം ഞാനും പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ ഡാൻസ് കളിച്ചു. രേവതി ഡാൻസ് കളിച്ച് നിർത്തി, പക്ഷെ അമ്മ ഡാൻസ് കളിച്ച് ലാസ്റ്റ് കോച്ചി പിടുത്തൊരു നിക്കലായിരുന്നു. എനിക്കറിയില്ല പിന്നെ എന്താ സംഭവിച്ചെന്ന്. ഭാമി ആന്റിയാ പറഞ്ഞത് ഉളുക്കിയതാന്നോ എന്തൊക്കെയാന്ന് ഭാമി ആന്റി പറഞ്ഞു, അല്ലാതെ എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോ അല്ല ഉളുക്കുമായിട്ട് ഇങ്ങനെ നിന്നാ മതിയോ ചന്ദ്ര, ബാ ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞപ്പോ ഹോസ്പിറ്റലിലൊന്നും പോവണ്ട, അയ്യോ എനിക്ക് വയ്യേ, എനിക്ക് ഒരടി നടക്കാൻ പോലും പറ്റുന്നില്ലേ എൻ്റെ ഭഗവാനെ, അയ്യോ എൻ്റെ കഴുത്തേ, എൻ്റെ ഡാൻസേ, എൻ്റെ പാട്ടേ, എൻ്റെ കൂത്തേ എന്നൊക്കെ പറഞ്ഞു വീണ്ടും നമ്മുടെ ചന്ദ്ര കരച്ചില്. അപ്പം രവീന്ദ്രൻ പറഞ്ഞു, എൻ്റെ പൊന്ന് ചന്ദ്രൻ നീ ഒന്നും മിണ്ടാതിരിക്കും, നീ എന്തിനീ കിടന്ന് അലറി കാറി കൂവുന്നത്? ഉളുക്കല്ലേ സംഭവിച്ചുള്ളൂ, അല്ലാതെ വേറൊന്നും പൊട്ടലോ ചീറ്റലോ ഒന്നും ഇല്ലല്ലോ, ഒന്ന് ഉളുക്കിയതല്ലേ, അത് ഉളുക്കിയത് പതുക്കെ ശരിയായിക്കോളും. ഹേയ് അങ്ങനെയൊന്നും ശരിയാവില്ല അച്ഛാ എന്ന് പറയുമ്പോൾ ചന്ദ്ര പെട്ടെന്ന് ഞെട്ടുകയാണ്. അപ്പൊ സച്ചി പറഞ്ഞു, ഒരു ഉളുക്ക് നീക്കുന്ന ഒരു സ്ത്രീയെയും കൊണ്ട് ഇപ്പം ഭാമിയാന്റി വരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതായാലും ചന്ദ്ര ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുകയല്ലേ, ഇങ്ങനെ കഴുത്തും കൈ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കയറി ചെല്ലുന്ന വഴിക്ക് നമ്മുടെ വർഷം ഇവിടെ നിൽക്കുകയായിരുന്നു, വർഷം ഇങ്ങനെ ഇറങ്ങി വരുമായിരുന്നു. അപ്പം ചന്ദ്ര ഇങ്ങനെ കഴുത്ത് വെച്ച് ഇങ്ങനെ നോക്കുന്നു, വർഷേനെ നോക്കുന്ന പോലെ, കയ്യും ഇങ്ങനെ നിൽക്കുന്ന പോലെ. അപ്പം വർഷ എന്ത് വിചാരിച്ചു, സെറ്റ് അടിക്കാൻ വേണ്ടിയായിരിക്കും, നമ്മളിങ്ങനെ സെറ്റേന്ന് അടിക്കുമല്ലേ, അങ്ങനെയാന്ന് ഓർത്തിട്ട് നമ്മുടെ വർഷം വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കൈക്കിട്ട് ഒരൊറ്റ അടി, ആ അമ്മ വന്നോ എന്ന് പറഞ്ഞ ഒരൊറ്റ അടി കൊടുത്തു, ഇങ്ങനെ ഇരിക്കുന്ന കൈക്കിട്ട് ഇങ്ങനെ ഒരു അടി കൊടുത്തു. എൻ്റെ പൊന്നോ പിന്നെ പറയാനുണ്ടോ, അയ്യോ എൻ്റെ കൈ പോയേ എന്നും പറഞ്ഞിട്ട് അവിടെ കിടന്ന് കാർച്ച.
അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, "വർഷേ നീ എന്ത് പരിപാടിയായി കാണിച്ചത്?" "ഏ ഞാൻ എന്താ കാണിച്ചത്? ഞാന് അമ്മയ്ക്കൊന്ന് കൈ കൊടുത്തതല്ലേ." "എൻ്റെ പൊന്ന് വർഷേ, നീ ഇപ്പൊ കൈ കൊടുക്കാൻ പറ്റിയ സിറ്റുവേഷനിലല്ല അമ്മ. അമ്മ ഡാൻസ് കളിച്ച് കളിച്ച് അമ്മയുടെ കഴുത്തും കൈയും ഉളുക്കിയിരിക്കുക." "ശ്ശോ, ആന്റിയുടെ കഴുത്തും കൈയും ഉളുക്കിയിരിക്കുകയാണെന്നോ? ശ്ശോ, അത് വലിയ കഷ്ടമായി പോയല്ലോ. ഡാൻസിന് പോയിട്ട് രണ്ടാമത്തെ ദിവസം തന്നെ ഉളുക്ക് വന്നെന്നോ? ശ്ശോ, അത് വലിയ മോശമായി പോയെന്ന്." പറഞ്ഞപ്പം ഇവള് ഒറ്റ ഒരുത്തി കാരണമാണ്, പക്ഷെ ഇവള് ഒറ്റ ഒരുത്തി കാരണം. അപ്പോഴത്തേക്കും ആരെ, രേവതി ചേച്ചി കാരണം. രേവതി ചേച്ചി എന്താ ഇത്? രേവതി ചേച്ചിയാണോ അമ്മയുടെ കഴുത്ത് ഇങ്ങനെ പിടിച്ച് തിരിച്ചു വെച്ചിരിക്കുന്നത്? എൻ്റെ പൊന്നു പക്ഷെ അതൊന്നും അല്ല. ഞാൻ ഡാൻസ് പഠിക്കാൻ വേണ്ടി അവിടെ ചെന്നു. അമ്മയ്ക്ക് ഒരു ഒറ്റ സ്റ്റുഡൻറ്റിനെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ സച്ചേട്ടൻ എന്നെ അവിടെ കൊണ്ടുപോയി. കൊണ്ടുവന്നപ്പം അമ്മയ്ക്ക് ഒരേ ഒരു നിർബന്ധം, ഞാൻ ഡാൻസ് കളിക്കണം, കാണിച്ചിട്ട് എന്നെ അവിടെ സ്റ്റുഡൻ്റ് ആക്കത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അമ്മയുടെ കൂടെ കളിക്കാമെന്ന്. ഞാൻ കളിക്കുകയും ചെയ്തു, അല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതാണോ ആൻറ്റി ഈ പറയുന്നത്? അത് കൊള്ളാലോ, പാവ രേവതി ചേച്ചി. അമ്മയുടെ ആ ഒരു ആന്റിയുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ടല്ലേ ഫീസൊക്കെ തന്ന് ഡാൻസ് പഠിക്കാൻ വേണ്ടി വരാൻ തുടങ്ങിയത്, പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു കൊടുക്കും മോളെ. ഇവളുടെ വിചാരമേ ഇപ്പം ഡാൻസ് സ്കൂൾ ഇട്ട ചറ പറ പിള്ളേർ വരും, ഡാൻസ് പഠിക്കും, അതുപോലെ പൈസ കുനിഞ്ഞ് കുന്നുകൂടി വരും എന്നൊക്കെ ഇവളുടെ വിചാരം. എടി ചന്ദ്രേ, നീ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെ ചാടിയെടുത്ത് പുറപ്പെട്ടത്? ആരുടെ വാക്ക് കേട്ടിട്ടാന്ന് പറയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ശ്രുതി വന്നു. ശ്രുതി വന്നപ്പോഴത്തേക്കും ചന്ദ്ര, മോളെ ശ്രുതി, എൻ്റെ കഴുത്ത് പോയടി എന്നും പറഞ്ഞ് പരിഭവം പരാതി ശ്രുതിയോട് പറയുന്നത്. ഇപ്പൊ ശ്രുതി ചോദിച്ചു, അതെന്താ പറ്റിയത് അമ്മ ആന്റിയുടെ കഴുത്തിന്? ഒരുത്തിയുടെ കൂടെ ഡാൻസ് കളിക്കാൻ കൂടിയതാ, എൻ്റെ കഴുത്ത് അനങ്ങുന്നില്ല മോളെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, അല്ല ആ മസാജ് ഒക്കെ ചെയ്യാനായിട്ട് നന്നായിട്ട് ശ്രുതിക്ക് അറിയാലോ, ശ്രുതി ചേച്ചിക്ക് അറിയാലോ. ശ്രുതി ചേച്ചി ഒരു കാര്യം ചെയ്യാം, ആന്റിക്ക് മസാജ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, വെച്ചു അതൊന്നും പറ്റത്തില്ല. ഉളുക്കൊക്കെ ആയതുകൊണ്ട് ഈ മസാജ് എന്ന് പറയുന്നത്, ബോഡി മസാജ് ഒക്കെ നമ്മുടെ ശരീരത്തിന് നല്ലൊരു ഉണർവ് കിട്ടാനൊക്കെ ചെയ്യുന്നതാ. അല്ലാതെ ഉളുക്കൊക്കെ വന്ന് തിരുമ്മി കൂട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും എനിക്കറിയില്ല, ഞാനതൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതിയും പറഞ്ഞു, അറിയത്തില്ലാത്ത പണി ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതിപ്പം ഭാമി ആന്റി കൊണ്ടുവരുന്ന ആ വൈദ്യര് തന്നെ ശരിയാക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഏതായാലും ആ ഒരു സമയത്ത് തന്നെ ആ ഒരു വൈദ്യര് എത്തുകയാണ് കേട്ടോ. ഒരു സ്ത്രീയാണ് വരുന്നത്. വൈദ്യര്, സ്ത്രീ എന്താ പറയുക, അതിനും വൈദ്യരെന്ന് തന്നെയാണോ പറയുന്നത്? സ്ത്രീ ആകുമ്പോൾ, പുരുഷനാകുമ്പോൾ വൈദ്യർ എന്ന് പറയും, സ്ത്രീ ആകുമ്പം എന്താണോ പറയുന്നത്, എന്തെങ്കിലും ആട്ടെ. അപ്പൊ ആ ഒരു സ്ത്രീ എത്തുകയാണ്. സ്ത്രീ എത്തി ഏതായാലും നമ്മുടെ ചന്ദ്രനെ കണ്ടു. ചന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ഇത് ഇച്ചിരി വിഷയം ഡേഞ്ചർ ആണ്, എങ്കിലും ഞാനൊന്ന് പരിശ്രമിച്ച് നോക്കാന്നൊക്കെ പറഞ്ഞ് ചന്ദ്രനെ കൂട്ടി റൂമിനകത്തേക്ക് പോവാണ്. റൂമിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞു. ചന്ദ്രയുടെ കാർച്ചയും കൂവിച്ചയും മാത്രമേ പിന്നെ കേൾക്കാനുള്ളൂ. ശ്രുതിയും കയറിയിട്ടുണ്ട് റൂമിനകത്ത്, ഭാമയും കയറിയിട്ടുണ്ട്, പിന്നെ ആ ഒരു തിരുമുന്ന ആ ഒരു ചേച്ചിയും കയറിയിട്ടുണ്ട്. അതിനകത്തുനിന്ന് കാർച്ചയും കൂവിച്ചയും മാത്രമേ കേൾക്കാനുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി, എനിക്കിപ്പോൾ ഒരു കാര്യം ഓർമ്മ വരുക, നമ്മൾ ഈ ടി വിയിലൊക്കെ കാണില്ലേ, പ്രസവ വാർഡിന്റെ മുമ്പിൽ ഇങ്ങനെ കാർച്ചയൊക്കെ കേട്ടിട്ട് ഇങ്ങനെ കുഞ്ഞിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവര്, എനിക്ക് അതുപോലെ അച്ഛാ തോന്നുന്നതെന്ന് പറയുമ്പോഴത്തേക്ക്, നീ ഒന്നും മിണ്ടാതിരിക്കണം, നിന്റെ ഒരു തമാശ അസ്ഥാനത്ത് കയറി തമാശ അടിക്കാതെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി സച്ചിനെ നോക്കിയിട്ട്, മിണ്ടാതിരിക്കുന്ന സച്ചിയേട്ടാന്ന് പറഞ്ഞു കേട്ടോ. സച്ചിക്ക് ഈ ഒരു സമയമോ ആ ഒരു സമയമൊന്നും ഇല്ലല്ലോ. സച്ചിക്ക് പറയാനുള്ളത് എപ്പോഴാണെങ്കിലും സച്ചി അങ്ങ് പറഞ്ഞു വിടും, വിടുവായിത്തരം, അല്ലാതെ പിന്നെ എന്താ പറയുക. അപ്പൊ അങ്ങനെ നമ്മുടെ ചന്ദ്രനെ ആ റൂമിനകത്തുനിന്ന് വെളിയിലേക്ക് കൊണ്ടുവരാണ് കേട്ടോ. വെളിയിലേക്ക് കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയുടെ കൈ ഒന്ന് ഓക്കെ ആവുന്നുണ്ട്. കൈ ഇങ്ങനെ താത്തിയിടാൻ പറ്റുന്നുണ്ട്. കൈ ഇങ്ങനെ പൊങ്ങിയിരിക്കുമായിരുന്നല്ലോ, താത്തിയിടാൻ പറ്റുന്നുണ്ട്, പക്ഷെ കഴുത്ത് അങ്ങോട്ട് ശരിയാവുന്നില്ല. അങ്ങനെ നമ്മുടെ ഭാമിയും ആ ഒരു സ്ത്രീയും കൂടെ പറഞ്ഞു, പരമാവധി ഞങ്ങൾ കഴുത്ത് ശരിയാക്കാൻ നോക്കിയിട്ട് പറ്റിയിട്ടില്ല, ഒരു കാര്യം ചെയ്യണം, ഒരു പിന്നെ പടിയിൽ കിടന്നാൽ മതി, പടിയിൽ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, വർഷ പടിയിലോ? അയ്യോ, അപ്പൊ ഇനി അമ്മ വാദപ്പടിയിലാണോ കിടക്കാൻ പോകുന്നത്? അല്ല, ആന്റി വാദപ്പടിയിലാണോ കിടക്കാൻ പോകുന്നത്? വാദപ്പടി കിടന്ന് ശരിയാവോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അയ്യോ വാദപ്പടിയല്ല, അല്ലാതെ നമ്മൾ തലയണയ്ക്ക് പകരം ഒരു പടി വെച്ചാൽ മതി, ഇവിടെ ഒരു പടി എടുത്ത് വെച്ചിട്ട് കിടന്നാൽ മതി, രാവിലെ ആകുമ്പോഴത്തേക്കും ഓക്കെ ആയിക്കോളൂ എന്നൊക്കെ പറഞ്ഞപ്പം വൈദ്യർക്ക് പൈസയും കൊടുത്തിട്ട് സച്ചി വൈദ്യരെ അങ്ങ് പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഏതായാലും ആ പുള്ളിക്കാരി അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര വീണ്ടും തുടങ്ങി കേട്ടോ, പുലമ്പാനായിട്ട് തുടങ്ങി, ഇവളൊറ്റ ഒരുത്തി കാരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ലാസ്റ്റ് ചന്ദ്ര പോയി മാറി വേറെ എങ്ങോട്ടോ പോയി. നമ്മുടെ രേവതി ആണെങ്കിൽ അടുക്കളയിലേക്കും പോയി. അപ്പൊ സച്ചി പറഞ്ഞു, എങ്കിലും രേവതി, നീ എൻ്റെ അമ്മയോട് ചെയ്തത് വല്ലാത്ത ചതിയായിപ്പോയില്ല. അപ്പൊ രേവതി വെച്ചാൽ, എന്ത് ചതി? അല്ല, നീയാണല്ലോ ഡാൻസ് കളിച്ചത്, ഏതായാലും നിന്റെ ആട്ടം അത് വല്ലാത്ത ആട്ടം വരുന്നു, അത് കണ്ടിട്ടാണല്ലോ അമ്മയുടെ കഴുത്തും തലയും ഒക്കെ പോയത്. സച്ചേട്ടാ, അപ്പൊ സച്ചേട്ടൻ എന്നെ കുറ്റം വെക്കാല്ലേ അമ്മ പറയുന്ന പോലെ തന്നെ? ഓ,
ഓ എൻ്റെ പൊന്ന് രേവതി, ഞാനൊരു തമാശ പറഞ്ഞതാ, എങ്കിലും അമ്മയുടെ ഒരു അവസ്ഥയെ. ഏതായാലും നിന്നെ കൊണ്ടേ ഇതിനൊക്കെ പറ്റൂ. ദേ സച്ചേട്ടാ, ഇങ്ങനെയൊന്നും സംസാരിക്കരുത് കേട്ടോ. സച്ചേട്ടനും കൂടെ പറഞ്ഞിട്ടല്ലേ ഞാൻ ഡാൻസ് കളിച്ചത്. ആ, ഞാൻ ഡാൻസ് കളിക്കാൻ പറഞ്ഞു, അതൊക്കെ ശരിയാന്ന് വെച്ച് ഇതുപോലെ കളിക്കണം ആയിരുന്നു എന്ന് നമ്മുടെ രേവതിനെ ഇങ്ങനെ കളിയാക്കി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ചന്ദ്രയുടെ കഴുത്തൊക്കെ നേരെ പെട്ടെന്ന് ഓക്കെ ആകും കേട്ടോ. ഇപ്പോൾ ഉടനെ തന്നെ ഓക്കെ ആകും. പിന്നെ ഇതിനിടയിൽ നമ്മുടെ രേവതി നമ്മുടെ ബീരാനിക്കാനെ കണ്ടുമുട്ടുന്നുണ്ട്. അതിപ്പോ നാളത്തെ വിശേഷത്തിൽ കാണിക്കില്ല, മറ്റന്നാളത്തെ വിശേഷത്തിലായിരിക്കും കാണിക്കുന്നത്. അപ്പൊ ഞാൻ അത് മറ്റന്നാൾ കൂടുതൽ വിശദീകരിച്ച് പറയാം. നമ്മുടെ ബീരാനിക്കാനെ കണ്ടുമുട്ടുന്നുണ്ട് രേവതി. ഏതായാലും ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പം ഞാൻ പോവുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അപ്പം ലൈക്ക് അടിക്കാൻ മറക്കരുത്. നമ്മളിന്ന് രാവിലെ വീഡിയോ ചെയ്യാതിരുന്നത് കറണ്ട് ഇല്ലായിരുന്നു ഇവിടെ, അതുകൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ നയനയുടെയും മാതച്ചൻ്റെയൊക്കെ അതിൽ പ്രത്യേകിച്ച് ഇന്നൊന്നും സംഭവങ്ങളൊന്നും വലിയ കാര്യമായിട്ട് നടന്നിട്ടില്ല. എപ്പോഴും സംസാരിക്കുന്നത് പോലെ എന്താ പറയുക, നമ്മുടെ അനാമികയെ അവിടെ നിന്ന് ഔട്ടാക്കാനൊക്കെ നോക്കുന്നുണ്ട്. അനാമിക അവിടെ നിന്ന് ദേവയാനിക്ക് ഇപ്പം താല്പര്യമൊന്നുമില്ല. അപ്പം അവിടെ നിന്ന് ദേവയാനി എങ്ങനെയെങ്കിലും അനാമികയെ ഔട്ടാക്കാൻ തന്നെയാണ് അനിയോടും പറയുന്നത്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ നന്ദു ആണെങ്കിൽ ആ ഒരു വീഡിയോ എടുത്ത് ആളെ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. ആരെ? നമ്മുടെ വേണുവിനെ. ഇവര് രാത്രി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു വീഡിയോ എടുത്തില്ലേ അനിയെ കാണാതെ പോയപ്പം. അപ്പൊ ആ ഒരു വീഡിയോ എടുത്തത് നമ്മുടെ വേണുവാണെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പം അതിന് ചെന്നിട്ട് നമ്മുടെ അനാമികയുടെ ചെപ്പക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുക്കുന്നുണ്ട് നന്ദു. അപ്പൊ അതൊക്കെ ഉള്ളു വിശേഷത്തിൽ കാണിച്ചേക്കുന്നത്. കൂടുതലായിട്ടൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ പോവാ. ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുതേ.